Dear students, welcome to Easy Math Online Learning Academy. I am Babu. In this section, we are going to discuss averages, also known as measures of central tendency. ഒരു ഡേറ്റയുടെ അനാലിസിസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് മെജോറിറ്റി ഡേറ്റ സെൻട്രൽ വാല്യൂയിലേക്ക് അത് ക്ലസ്റ്റർ ചെയ്യും. അതായത് നമ്മൾ ഡേറ്റയുടെ ഗ്രാഫ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് പേപ്പറിൽ ഡേറ്റ പ്ലോട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ് ഡേറ്റ ഒരു സെൻട്രൽ വാല്യൂയിലേക്ക് ക്ലസ്റ്റർ ചെയ്യും. അങ്ങനെ ഒരു സെൻട്രൽ വാല്യൂയിലേക്ക് ക്ലസ്റ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള സെൻട്രൽ വാല്യൂസിൻ്റെ മെഷേഴ്സ്, അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സെൻട്രൽ വാല്യൂസിനെയാണ് നമ്മൾ ആവറേജ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, ആവറേജസ്. സോ ആവറേജസ് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റൻസ്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റൻസ് ആണ് which enable us to comprehend in a single effort the significance of the whole. ഇത് പ്രൊഫസർ എൽ ബൗളി നൽകിയിട്ടുള്ള ഡെഫിനിഷനാണ്. സോ അവറേജസ് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റൻസ് which enables us to comprehend in a single effort the significance of the whole, means the whole data. അപ്പോൾ ഹോൾ ഡേറ്റ പ്രസന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫിഗർ ആയിട്ടാണ് നമ്മൾ ആവറേജിനെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആവറേജിനെ കണക്കാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ആവറേജിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ, ദാറ്റ് ഈസ് റിക്വസിറ്റ്സ് ഓഫ് എ ഗുഡ് ആവറേജ്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ് ഓഫ് ദി ഡേറ്റ. അതാണ് നമ്മുടെ തേർഡ് വൺ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ആവറേജിന് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് റെക്വിസിറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയുള്ള എല്ലാ പ്രോപ്പർട്ടിയും ഒത്ത ഒരു ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇത് ഇങ്ങനെ ഒരു ആവറേജ് നമ്മൾ ഐഡിയൽ ആവറേജ് എന്ന് പറയുന്നതാണ്. ഐഡിയൽ ആവറേജ് ഈ 4 പ്രോപ്പർട്ടിയിൽ ഏറ്റവും കൂടുതൽ എക്സിബിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഏറ്റവും നല്ല ആവറേജ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ ഇത് പ്രൊഫസർ യൂൾ പറഞ്ഞിട്ടുള്ളതാണ്. പല സ്റ്റാറ്റിസ്റ്റിഷ്യന്മാരും പല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രൊഫസർ യൂൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ആവറേജസിലേക്ക് പോകാം. നമ്മൾ ഒരു ഡേറ്റയിൽ പ്രധാനമായിട്ടും കണക്കാക്കുന്ന ആവറേജസ് എന്ന് പറയുന്നത് 5 ആവറേജസ് ആണ് നമ്മളൊരു ഡേറ്റയിൽ പ്രധാനമായിട്ടും കണക്കാക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആവറേജ് ആണ്. അതായത് അരിത്തമെറ്റിക് മീൻ എന്നുള്ള പേരിൽ അറിയപ്പെടും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അരിത്തമെറ്റിക് മീൻ, സിംപ്ലി മീൻ എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മീഡിയൻ. തേർഡ് വൺ മോഡ്. അതേപോലെ ഫോർത്ത് വൺ ഹാർമോണിക് മീൻ. ആൻഡ് ഫിഫ്ത്ത് വൺ ജിയോമെട്രിക് മീൻ. ഇത് ഇത്രയാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്ന ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 ആവറേജുകൾക്ക് മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറയും. അതേപോലെ മീഡിയൻ മോഡും അറിയപ്പെടുന്നത് പൊസിഷണൽ ആവറേജ് എന്നാണ്. അത് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് പൊസിഷണൽ ആവറേജസ്. സോ ലെറ്റ് us start with arithmetic mean. അരിത്തമെറ്റിക് മീൻ 2 രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഒന്ന് സിമ്പിൾ അരിത്തമെറ്റിക് മീനും, ആൻഡ് സെക്കൻഡ് വൺ ഈസ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. സിമ്പിൾ അരിത്തമെറ്റിക് മീൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. ഇഫ് x1, x2, etc. xn are a set of n observations, then their arithmetic mean is defined as
x bar is equal to x1 plus x2 plus etc. plus xn by n. That is arithmetic mean of a set of n observation is the sum of the observation by the number of observations. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അതേപോലെ ഒരു അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് തരുന്നതെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഡിസ്ക്രീറ്റഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഡിസ്ക്രീറ്റഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് arithmetic mean of a discrete frequency distribution. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമുക്ക് എക്സ് വാല്യൂസ് x1 x2 എക്സെട്ര xn എൻ ഒബ്സർവേഷൻ ആണ് തരും. അതിൻ്റെ ഫ്രീക്വൻസി f1 f2 എക്സെട്ര fn. അതാണ് ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. x1 x2 എക്സെട്ര xn എന്നുള്ള n ഒബ്സർവേഷനും അതിൻ്റെ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് സം ഓഫ് ദി ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് x1ൻ്റെ റെപ്പറ്റീഷനാണ് f1 എന്ന് പറയുന്നത്. x1 റിപ്പീറ്റ്സ് f1 ടൈംസ്. x1 റിപ്പീറ്റ്സ് f1 ടൈംസ്. സോ ടോട്ടൽ ഓഫ് x1 എന്ന് പറയുന്നത് x1 × f1 ആയിരിക്കും. അതുപോലെ ടോട്ടൽ ഓഫ് x2 എന്ന് പറയുന്നത് x2 × f2 ആയിരിക്കും. അങ്ങനെ ടോട്ടൽ ഓഫ് xn എന്ന് പറയുന്നതായിരിക്കും xn × fn ആയിരിക്കും. സോ ടോട്ടൽ ഓഫ് ദി ടോട്ടൽസ് അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് ദി ആഗ്രിഗേറ്റ് ഓഫ് ദി സം ഓഫ് ആൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ആൾ ഒബ്സർവേഷൻ ഈസ് ഈക്വൽ ടു x1 f1 പ്ലസ് x2 f2 പ്ലസ് എക്സെട്ര പ്ലസ് xn fn ബൈ f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fn ആയിരിക്കും. ഇതിന് നമ്മൾ സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് സിഗ്മ i ഈക്വൽസ് 1 to n xi × fi by sigma fi എന്ന് എഴുതും. ആൻഡ് ഹിയർ ആൾസോ വി ക്യാൻ യൂസ് ദ നൊട്ടേഷൻ 1/n × sigma i ഈക്വൽസ് 1 to n xi. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി n ആണെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ സിഗ്മ i ഈക്വൽസ് 1 to n xi × fi ബൈ n എന്നുള്ള നൊട്ടേഷൻ വേറെ n ഈസ് ഈക്വൽ ടു സിഗ്മ fi. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർ എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. arithmetic mean for a grouped frequency distribution. Arithmetic mean of a grouped frequency distribution. അതിന് നമ്മൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഓരോ ക്ലാസ്സും ആ ക്ലാസ്സിൻ്റെ റെപ്പറ്റീഷനാണ് തരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ റെപ്പറ്റീഷൻ നമുക്ക് അവിടെ അവൈലബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ക്ലാസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ, അതായത് ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ arithmetic mean കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഏത് ഐറ്റമാണ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതല്ല നമ്മളവിടെ നോക്കുന്നത്, ക്ലാസിൻ്റെ മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ് എടുക്കും. സോ മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ്സും അതുപോലെ അവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ്സും, ഓർ ഇറ്റ് ഇസ് നോൺ ആസ് ക്ലാസ് ഫ്രീക്വൻസി. ആ രണ്ട് കാര്യങ്ങളും നമ്മൾ അവിടെ എഴുതും. മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ്സസ് എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn ആൻഡ് ദ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ് f1, ക്ലാസ് ഫ്രീക്വൻസീസ് f1 f2 എക്സെട്ര fn. അങ്ങനെ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് അത് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ. അപ്പോൾ അതിൻ്റെ arithmetic mean x ബാർ എന്ന് പറയുന്നത് നമ്മൾ അൺഗ്രൂപ്പ്ഡ് ചെയ്ത അതേ മെത്തേഡാണ്. x1 f1 പ്ലസ് എക്സെട്ര പ്ലസ് xn fn by n or by f1 plus etc plus fn, and it is denoted by sigma I equals 1 to n xi into fi by the total frequency. അതാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ arithmetic mean കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത് ഇതിന് തന്നെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യും. അതാണ് നമ്മൾ ഈ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആവുകയും അതുപോലെ
ഫിഗേഴ്സ് വളരെ തന്നിരിക്കുന്ന ഫിഗേഴ്സ് വളരെ വലുതാവുകയും ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു അസ്യൂംഡ് ആവറേജ് നമ്മൾ എടുക്കുക. അസ്യൂംഡ് ആവറേജ് എടുത്തുകൊണ്ട് നമ്മൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യും. അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു കോൺസ്റ്റന്റ് ഏകദേശം മിഡിൽ വാല്യൂ വരുന്ന x1 x2 എക്സെട്ര xnന്റെ മിഡിൽ വാല്യൂ ആയിട്ട് വരുന്ന ഒരു ഐറ്റം, അത് ഏത് ഐറ്റം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിനകത്തുള്ളത് വേണമെങ്കിലും എടുക്കാം, ഇതിന് പുറത്തുള്ള എടുക്കാം. സൗകര്യമായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ x1 x2 എക്സെട്ര xn എന്നുള്ള ഈ n ഒബ്സർവേഷനകത്ത് ഒരു ഒബ്സർവേഷൻ നമ്മൾ ഏകദേശം സെൻറ്റർ വരുന്ന ഒരു ഒബ്സർവേഷൻ നമ്മൾ അതിൻ്റെ അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിന് നമ്മൾ അസ്യൂംഡ് ആവറേജ് എന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഡീവിയേഷൻ എടുത്തിട്ട് നമ്മൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു, അതാണ് നമ്മൾ ഷോർട്ട് കട്ട് ഫോർമുലയായിട്ട് അറിയപ്പെടുന്നത്, എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സി ഇൻറ്റു യു ബാർ, വേർ എ ഈസ് ദി അസ്യൂംഡ് ആവറേജ്, യു ഈസ് ഈക്വൽ ടു xi minus a by c, where c is the class interval. എല്ലാ ക്ലാസ്സിനും സെയിം ഇൻ്റർവൽ ആണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിനും കറസ്പോണ്ട് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കോൺസ്റ്റൻ്റ് കിട്ടുക, അതായത് ഒരു കോമൺ വാല്യൂ നമുക്കവിടെ ഉണ്ടെങ്കിൽ, അപ്പോൾ ക്ലാസ് ഇൻ്റർവൽ ആണെങ്കിൽ അത് നമ്മൾ എല്ലാ ക്ലാസ്സിനും ഈക്വൽ ഇൻ്റർവൽ ആണെങ്കിൽ അതിനെ നമ്മൾ ആ കോമൺ വാല്യൂ ആയിട്ട് എടുക്കുന്ന ക്ലാസ് ഇൻ്റർവൽ ആയിരിക്കും. അപ്പോൾ ക്ലാസ് ഇൻ്റർവൽ സപ്പോസ് സി ആണെങ്കിൽ നമ്മൾ ഓരോ ഒബ്സർവേഷനിൽ നിന്ന് എ മൈനസ് ചെയ്യും, എന്നിട്ട് അതിനെ സി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം വളരെ ചെറുതായിട്ട് കിട്ടും. അതായത് യു എന്ന് പറയുന്ന x1നെ സംബന്ധിച്ചോളം, xi എന്നുള്ള വാല്യൂയെ സംബന്ധിച്ചുള്ള യു വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. അതൊന്ന്. അതുപോലെ നമുക്ക് കുറേ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂയും കിട്ടും. എക്സ്ഐക്ക്, അതായത് എക്ക് ലെഫ്റ്റിലോട്ടുള്ള വാല്യൂസിൻ്റെ കേസിൽ xi മൈനസ് എ നെഗറ്റീവ് ആയിരിക്കും, എക്ക് റൈറ്റിലോട്ടുള്ള വാല്യൂസിൻ്റെ കേസിൽ xi മൈനസ് എ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ സം ഓഫ് xi മൈനസ് എ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഫിഗറായിട്ട് കിട്ടും. അപ്പോഴാണ് നമ്മളിതിനെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. സോ എക്സ് ബാർ ഈസ് എ പ്ലസ് യു ബാർ, വേറെ യു ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽസ് 1 to n ui into fi by n. n is the total frequency, f1 plus f2 plus etc. fn. ഇതിനെ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. ഇതിനെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്നുള്ള പേരിൽ അറിയപ്പെടും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഷോർട്ട് കട്ട് മെത്തേഡ് എന്നുള്ള പേരിൽ അറിയപ്പെടും. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് പ്രോബ്ലം ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സൗകര്യമായിട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതെന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ആണ്. അപ്പോൾ ചില കേസിൽ നമുക്ക് എല്ലാ ഒബ്സർവേഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കേസിൽ നമുക്ക്, ഉദാഹരണത്തിന് ഒരു ഗ്രാജുവേഷൻ കോഴ്സിലേക്കാണെങ്കിൽ അവിടെ പല മെയിൻ സബ്ജക്റ്റുകൾ സ്റ്റുഡൻസ് ചൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ, സോ ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് ആണ് മെയിനായിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ +2 കോഴ്സിന് അവർക്ക് കിട്ടിയ മാർക്കിൽ മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് നമ്മളൊന്നുകൂടെ ഡബിൾ ചെയ്യും. അതിന് ഇരട്ടി പ്രാധാന്യം കൊടുക്കും. അങ്ങനെ പല റാങ്ക് ലിസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിലെല്ലാം ചില ഒബ്സർവേഷന് കുറച്ചധികം പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാ ഒബ്സർവേഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒബ്സർവേഷന് കറസ്പോണ്ടിങ് ആയിട്ട്, ഒബ്സർവേഷൻ എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ w1 w2 എക്സെട്ര wn എന്നെടുക്കും. ഇത് ഒബ്സർവേഷൻസ്. അപ്പോഴാണ് നമ്മളോട് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ട്രീറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് വരുന്നത്. ഇക്വേഷൻ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു x1 w1 plus x2 w2 plus etc. plus xn wn by w1 plus w2 plus etc. plus wn. അതാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അടുത്ത് നമ്മൾ പോകുന്നത് മീഡിയനിലേക്കാണ്. ഒരു റാ ഡേറ്റയുടെ കേസിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒബ്സർവേഷനെ, സപ്പോസ് വി ഹാവ് n ഒബ്സർവേഷൻസ്, ദെൻ വി അറേഞ്ച് ദ ഒബ്സർവേഷൻസ് ഇൻ ടു അസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് or descending order of magnitude, then the observation which comes in the middle is known as median observation. അതാണ് മീഡിയൻ്റെ ഡെഫിനിഷൻ. Okay, let there be n observations, and if n is odd, then the n plus 1 by 2th observation is the median observation. n plus 1 by 2th observation is the
median observation, n plus 1 by 2th observation is the median observation. And if n is even, there are two middle observations. That is important. Two middle observations. Say n by 2th and n plus 1 by 2th, and their arithmetic mean is the median observation or the median value. അടുത്തത് ഒരു അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കണക്കാക്കും. ആൻഡ് നോട്ട് ദി കുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് ഗ്രേറ്റർ ദാൻ n by 2 and the corresponding value of the variable x is taken as the or considered as the median observation. മനസ്സിലാകുന്നുണ്ടല്ലോ? So in the case of a discrete frequency distribution or an ungrouped frequency distribution, we calculate capital N, that is f1 plus f2 plus etc. plus fn total frequency, and find n by 2 if n is even, or n plus 1 by 2 if n is odd, and then prepare the less than cumulative frequency and note the less than cumulative frequency just greater than 1 by 2. The corresponding value of the variable is the median value or median observation. Okay. അടുത്തായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് മീഡിയൻ ഫോർ എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓർ എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് മീൻസ് എ ഫ്രീക്വൻസി ടേബിളിൽ നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അവിടെ നമ്മൾ ആദ്യം മീഡിയൻ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യും. മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ദ ക്ലാസ് ഇൻ വിച്ച് ദ n by 2th ഒബ്സർവേഷൻ ഫാൾസ് ഈസ് കാൾഡ് ദ മീഡിയൻ ക്ലാസ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അവിടെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ബൈ ഹാർട്ട് ചെയ്യണം. ഹിയർ ദി ഇക്വേഷൻ ഈസ് median is equal to L plus n by 2 minus m into c by f. അതാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അതായത് L is the lower boundary of the median class, n equals total frequency, m is the cumulative frequency just preceding the median class, and c is the class interval of the median class, and f is the frequency of the median class. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കേസിൽ ഇക്വേഷൻ ഓർക്കുക. ഇക്വേഷൻ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ള മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് L ലോവർ ബൗണ്ടറി ഓഫ് ദി മീഡിയൻ ക്ലാസ്, n ഈക്വൽസ് ടോട്ടൽ ഫ്രീക്വൻസി, m ഈക്വൽസ് cumulative frequency of the class just preceding the median class, c equals magnitude of the median class, and f is the frequency of the median class. ഓക്കെ, അടുത്തതായിട്ട് ഒരു ഒബ്സർവേഷൻ്റെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് മോഡ്. മോഡ് ഈസ് ദി മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഐറ്റം ഇൻ എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ്. ഇൻ ദി കേസ് ഓഫ് എ discrete frequency distribution, mode is the value of the variable corresponding to maximum frequency. ഓക്കെ, അതാണ് മോഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തതൊരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം മോഡൽ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് the class in which the maximum frequency lies is known as the model class. അങ്ങനെ മോഡൽ ക്ലാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മോഡ് ഈസ് ഈക്വൽ ടു L plus C into f1 minus f0 divided by 2f1 minus f0 minus f2. ഇതാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അതിൽ f1 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ് ആയിരിക്കും, f0 is the frequency of the class just preceding the model class, and f2 is the frequency of the class just succeeding the model class, and L is the lower boundary of the model class. ബൗണ്ടറി ആണ് എടുക്കേണ്ടത്, ലിമിറ്റ് അല്ല എടുക്കേണ്ടത്. ലോവർ ബൗണ്ടറി ആണ് അവിടെ മോഡൽ ക്ലാസിൻ്റെ ലോവർ ബൗണ്ടറി ആണ് L ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് നമ്മൾ ഇവിടെ പഠിച്ച 3 ആവറേജസ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം, find the mean, median and mode for the following data. Here we have data 100, 125, 85, 90, 85, 60, 150, 110, 75, 120. അപ്പോൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സം ഓഫ് ദ ഒബ്സർവേഷൻ എടുക്കേണ്ട. സോ മീൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ഒബ്സർവേഷൻ സിഗ്മ എക്സ് ഐ ബൈ n ആണ് എടുക്കുന്നത്. ഹിയർ n ഈസ് ഈക്വൽ ടു ടോട്ടൽ we have 10 observations. So n is equal to 10. Then taking the sum of the observation is equal to here
Sum of the observation is 100 plus 125 plus 85 plus etc. plus 120 ആണ് അവിടെ സം ആയിട്ട് വരുന്നത്. So sum of the observation is 1000 by number of observation is 10. So mean is equal to 100. Mean is equal to 100. നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്. അസെൻഡിങ് ഓർഡർ നമുക്കൊന്ന് എഴുതാം. ഇവിടെ നമുക്ക് വരുന്നത് 60, 75, 85, 90, 100, 110, 120, 125, 50, 150 അതാണ് ഇവിടെ അസെൻഡിങ് ഓർഡറിലെ ഡേറ്റ വരുന്നത്. സോ മീഡിയൻ ഒബ്സർവേഷൻസ് ആർ ദി 5th and 6th ഒബ്സർവേഷൻസ്. അപ്പോൾ ഇവിടെ 5th and 6th എന്ന് പറയുന്നത് 90 and 100 ആണ് വരുന്നത്. ദീസ് ആർ ദ മീഡിയൻ ഒബ്സർവേഷൻസ്. സോ ദെയർ അരിത്തമെറ്റിക് മീൻ രണ്ട് വാല്യൂ വന്നു കഴിഞ്ഞാൽ സോ മീഡിയൻ ഈസ് ഈക്വൽ ടു 90 പ്ലസ് 100 by 2, that is equal to 95. Okay. Here we have median observation എന്ന് പകരം മിഡിൽ ഒബ്സർവേഷൻ കൊടുക്കുക. രണ്ടുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ രണ്ടും എഴുതാൻ ഉപയോഗിക്കാറുണ്ട്. മിഡിൽ observations are 5th and 6th observations when the data is arranged into ascending order. Okay. So median is equal to 95. അടുത്തത് മോഡാണ്. മോഡ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഐറ്റം ആണ് മോഡായിട്ട് വരുന്നത്. അപ്പോൾ ഒരു റ ഡേറ്റ തന്നാലും അതിനെ ആ ഫ്രീക്വൻസി ടേബിൾ രൂപത്തിൽ എഴുതണം. ഇവിടെ 60 1 ടൈംസേ ഉള്ളൂ, 75 1 ഫ്രീക്വൻസി 1, 85 ഫ്രീക്വൻസി 2, 90 ഫ്രീക്വൻസി 1 എക്സെട്ര. അവിടെ രണ്ട് പ്രാവശ്യം വരുന്നത് ഒരു ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് എന്നുള്ള ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 85 ആണ്. സോ മോഡ് ഈസ് ഈക്വൽ ടു 85. മോഡ് ഈസ് ഈക്വൽ ടു 85. ഓക്കെ. അടുത്തത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. അവിടെ നോക്കിയത് ഫൈൻഡ് ദ മീൻ ആൻഡ് മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡേറ്റ. ഹിയർ the values xi 3, 5, 9, 14, 17 and 20 and the respective frequencies 2, 3, 6, 5, 3, 1 and total frequency 20. Okay. So here we have capital N is equal to 20. So the total of the observation 216 by number of observation 20 which is equal to 10.8. So arithmetic mean x bar is equal to 10.8. അടുത്തതിൻ്റെ മീഡിയനാണ്. മീഡിയൻ ഇവിടെ നമുക്ക് ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കണം. അതായത് ഹിയർ വി ഹാവ് xi ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫസ്റ്റ് ഫ്രീക്വൻസി നമുക്ക് 2 ആണ്. 2, 3 plus 2 5, then 11 plus 5 16, 16 plus 3 19, 19 plus 1 20. ഓക്കെ. അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ n ഈസ് ഈക്വൽ ടു 20, n/2 ഈസ് ഈക്വൽ ടു 10. സോ n/2 ഒബ്സർവേഷന് ജസ്റ്റ് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിൽ n/2 ഒബ്സർവേഷന് തൊട്ട് മുകളിലുള്ള വാല്യൂ n/2 10 ആയതുകൊണ്ട് അതിന് തൊട്ട് മുകളിൽ വരുന്നത് 11 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ അതാണ് മീഡിയൻ ആയിട്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇവിടെയാണ് നമുക്ക് മീഡിയൻ. ഓക്കെ. സോ അവിടെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും, വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല. മീഡിയൻ ഈസ് ഈക്വൽ ടു 9. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. വീക്ക്ലി വേജസ് ഓഫ് 60 ലേബേഴ്സ് ആർ ഗിവൺ ബിലോ. 501 to 519, 522, 539, 540, 559, 560, 579 and 580, 599, 599. Okay, find its mean, median and mode. അപ്പോൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക ആദ്യമായിട്ട്. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ മിഡെക്സ് എടുക്കും, ക്ലാസ് മാർക്ക് എടുക്കും. ഫ്രീക്വൻസി എടുക്കും. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ഫോമിലേക്ക് മാറും. ദാറ്റ് ഈസ് ഇവിടെ 501, 519. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ
ക്ലാസ് ലിമിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ക്ലാസ് ബൗണ്ടറി ആക്കേണ്ട ആവശ്യമില്ല. മീഡിയൻ മോഡും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൗണ്ടറി എടുക്കണമെന്നുള്ളേ ഉള്ളൂ. ഇവിടെ നമുക്ക് 501 + 519/2 510 ആവും. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് ഇൻ്റർവൽ വിഡ്ത്ത് ഓഫ് ദി ക്ലാസ് ഇൻ്റർവൽ ഈക്വൽ ആണ്, എല്ലാം 20 ആണ്. അതുകൊണ്ട് നമ്മൾ 20 കൂട്ടി എഴുതിയാൽ മതി. സോ ഫസ്റ്റ് വാല്യൂ ഹിയർ വി ഹാവ് 510 510, സെക്കൻഡ് വാല്യൂ 530, തേർഡ് വാല്യൂ 550, ഫോർത്ത് വൺ 570, 590. ലാസ്റ്റ് ക്ലാസ്സിൽ 590 ആണ് വരുന്ന വിഡ്ത്ത്. ആൻഡ് ഫ്രീക്വൻസി 8, 12, 18, 13, 9. അപ്പോൾ നമുക്കിവിടെ ഷോർട്ട് കട്ട് ഫോർമുല അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 550 ആണ് അവിടെ നമ്മൾ അസ്യൂംഡ് ആവറേജ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അസ്യൂംഡ് ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ എന്നോ ഒരു ലെറ്റർ സൗകര്യം പോലെ കൊടുക്കാം. സോ അസ്യൂംഡ് ആവറേജ് A is equal to 550, ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ ആണ്, ആൻഡ് ദാറ്റ് വാല്യൂ C is equal to 20. സോ ഹിയർ വി ഹാവ് UI is equal to xi minus A/20, വിച്ച് ഈസ് ഫസ്റ്റ് വാല്യൂ ഇവിടെ തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. 550ൻ്റെ നേർക്കത് UI എന്ന് പറയുന്നത് 0 ആവും, ഇവിടെ -1 ആവും, -2 ആവും. ഓക്കെ, 1 and 2. അപ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടുള്ള വാല്യൂസ് 550 ആണ് നമ്മൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ xi - 530 - 550 എന്നുള്ളത് ഈ -20 ആവും, /20 ആകുമ്പോൾ എത്ര ആവും, -1 ആവും. അതുപോലെ -2 റൈറ്റിലോട്ട് പോകും, +1 and +2. ഇതൊക്കെ സ്കൂൾ ലെവലിൽ ഉള്ളതാണ്, അതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ വി ഹാവ് ദ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് മൾട്ടിപ്ലൈ ചെയ്യുക. UI into FI എടുക്കണം. UI into FI -16, -12, 0, 13, 9 into 2 18. So 18 into 13 31 ആവും. Here we have -28. So sigma UI FI is equal to 3 and U bar is equal to sigma UI into FI by N, which is equal to 3 divided by 60. Here we have -28 plus 31, which is equal to 3. So sigma UI is equal to sigma UI into FI is equal to 3. So x bar is equal to A plus CU bar, and A plus CU bar is equal to A is equal to 550 plus C is equal to 20 into 3 by 60, which is equal to 551. Okay, 20 into 3 60, 60 by 60 is equal to 1. So we have x bar is equal to 551. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം. മീഡിയൻ ഇവിടെ നമ്മൾ CUF എടുക്കണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കണം. We have 8, 20, 38, 51, 60. N is equal to 60 ആണ്. N is equal to 60, N/2 is equal to 30 ആയിരിക്കും. അപ്പോൾ 30th ഒബ്സർവേഷൻ ഇവിടെ വരും എന്നുള്ളതാണ്. അതാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ദ ക്ലാസ് അറ്റ് വിച്ച് ഇത് N/2th ഒബ്സർവേഷൻ ഫാൾസ് ഓർ 30th ഒബ്സർവേഷൻ ഫാൾസ്, അതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ഹിയർ വി ഹാവ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 30 എന്ന് പറയുന്നത് 38 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ആണ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ എഫായിട്ട് എടുക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, തൊട്ട് പുറകിലുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ M ആയിട്ട് എടുക്കുന്നത്. ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇനി നമുക്കൊരു വാല്യൂ കൂടി ഇവിടെ വേണം. അതാണ് L എന്ന് പറയുന്ന ലോവർ ബൗണ്ടറി ഓഫ് ദി മീഡിയൻ. അപ്പോൾ മീഡിയൻ്റെ ഇക്വേഷൻ മീഡിയൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മീഡിയൻ ഈസ് ഈക്വൽ ടു L പ്ലസ് N/2 മൈനസ് M ഇൻറ്റു C ബൈ F, ആൻഡ് C ഈസ് ഈക്വൽ ടു 20, F ഈസ് ഈക്വൽ ടു 18, M ഈസ് ഈക്വൽ ടു 20, ആൻഡ് L കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ക്ലാസ് ലിമിറ്റാണ് തന്നിരിക്കുന്നത്. അതിനെ ക്ലാസ് ബൗണ്ടറി ആക്കണം.
ക്ലാസ് ബൗണ്ടറി ആക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഏത് ക്ലാസ്സായി എല്ലാ ക്ലാസ്സിനും ഈക്വൽ വിടുത്തായുണ്ട്. ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ബൗണ്ടും തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും എടുക്കുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ 1 ആണ്. അതിന് 2 കൊണ്ട് ഭാഗിക്കുക. അത് ലോവർ ലിമിറ്റ് സബ്ട്രാക്ട് ചെയ്യണം, അപ്പർ ലിമിറ്റിനൂടെ അഡീഷൻ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ക്ലാസ് ബൗണ്ടറി ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ 539.5 ആണ് അതിൻ്റെ ലോവർ ബൗണ്ടറി ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ L ഈസ് ഈക്വൽ ടു 539.5 ആണ് വരുന്നത്. ഓക്കെ, L. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെയർഫോർ മീഡിയൻ ഈസ് ഈക്വൽ ടു 550.61 അതായിരിക്കും ആൻസർ വരുന്നത്. ആൻസർ ചെക്ക് ചെയ്തോളാം. ഓക്കെ, അടുത്ത ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് മോഡ്. അപ്പോൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ മോഡൽ ക്ലാസ് ഡിസൈഡ് ചെയ്യണം. അതായത് ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മൾ മാക്സിമം ഫ്രീക്വൻസി വരുന്ന ക്ലാസ്സാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 540, 559 ആയിരിക്കും. അപ്പോൾ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി നമ്മൾ F1 എന്നെടുക്കും. അതിന് തൊട്ട് മുമ്പിലുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി F0, അത് കഴിഞ്ഞ് വരുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി F2. ഇതാണ് ഈ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട വാല്യൂസ്. ആൻഡ് മോഡൽ ക്ലാസ്സിൻ്റെ വിഡ്ത്ത് C ഈസ് ഈക്വൽ ടു 20. ലോവർ ബൗണ്ടറി ആണ് എടുക്കേണ്ടത്. L ഈസ് ഈക്വൽ ടു 539.5. So mod is equal to L plus F1 minus F0 into C by 2F1 minus F0 minus F2. അതാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. സോ മോഡ് ഈസ് ഈക്വൽ ടു 550.41. വാല്യൂ കാൽക്കുലേഷൻ കറക്റ്റ് ആണെന്ന് നോക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആവറേജ് ഈസ് ഹാർമോണിക് മീൻ. ഹാർമോണിക് മീനെ നമുക്ക് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം. ഹാർമോണിക് മീൻ ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമെറ്റിക് മീൻ ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ദി ഒബ്സർവേഷൻസ്. റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമെറ്റിക് മീൻ ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ദി ഒബ്സർവേഷൻസ്. അവിടെ നമ്മൾ ഒബ്സർവേഷൻ്റെ റെസിപ്രോക്കൽസ് എടുക്കുന്നു, അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എടുക്കുന്നു, ആ വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ, അതാണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, റെസിപ്രോക്കൽ ഓഫ് ദി ഒബ്സർവേഷൻ ആണ് 1/x1, 1/x2 എക്സെട്ര 1/xn. അതിൻ്റെ അരിത്തമെറ്റിക് മീൻ ആകുമ്പോൾ 1/n സിഗ്മ 1/xi വരും. അതിൻ്റെ റെസിപ്രോക്കൽ ആകുമ്പോഴാണ് 1 ഡിവൈഡഡ് ബൈ 1/n ഇൻറ്റു 1/x1 പ്ലസ് 1/x2 പ്ലസ് എക്സെട്ര 1/xn എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്. സോ 1/hm ഈസ് ഈക്വൽ ടു 1/hm ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു 1/x1 പ്ലസ് 1/x2 പ്ലസ് എക്സെട്ര പ്ലസ് 1/xn ആവും. ഓക്കെ, അതാണ് ഹാർമോണിക് മീൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് റാ ഡേറ്റ ആണെങ്കിലാണ്. അതുപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അതായത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഓരോ ഒബ്സർവേഷനും കറസ്പോണ്ട് ചെയ്യാണ്ട് അതിൻ്റെ F1/x1 എടുക്കും നമ്മൾ. ദാറ്റ് മീൻസ് Fi/xi എടുത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യും. അതല്ല ഗ്രൂപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ക്ലാസ് മാർക്കും റെസ്പെക്റ്റീവ് ഫ്രീക്വൻസി എടുത്തുകൊണ്ട് ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇൻ ദ കേസ് ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, HM is equal to 1 divided by 1/n into F1/x1 plus F2/x2 plus etc plus Fn/xn, where n is equal to sigma Fi, total frequency. അതാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇനി നമ്മൾ ഹാർമോണിക് മീനിന് ചില പ്രത്യേകതകളുണ്ട്. ഇതിന് എല്ലാ ഒബ്സർവേഷനും നോൺ സീറോ ആയിരിക്കണം. xi നോട്ട് ഈക്വൽ ടു 0 ഫോർ ആൾ ഐ. ഏതെങ്കിലും ഒരു ഒബ്സർവേഷൻ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് ഒബ്സർവേഷൻ പ്രശ്നമില്ല, പക്ഷേ നോൺ സീറോ ഒബ്സർവേഷൻ്റെ കേസിലാണ് നമ്മൾ ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലേക്ക് വരാം. ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഓഫ് 1, 2, 3 and 4. Find the harmonic mean of 1, 2, 3 and 4. അപ്പോൾ ഇവിടെ 1/hm is equal to, we have 1/4 into 1/1 plus 1/2 plus 1/3 plus 1/4. സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 1/4 into, here LCM is 12. So 12 upon
12 plus 6 plus 4 plus 3. Okay, so we have 25 by 48 1.92. അതാണ് അതിൻ്റെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹാർമോണിക് മീൻ ഓഫ് ദി ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ് പറയാം, ഓർ 1 2 3 4. സിമ്പിൾ എക്സാമ്പിളാണ് 1.92. ഹാർമോണിക് മീനിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ആവറേജ് എന്ന് പറയുന്നത് ഹാർമോണിക് മീനാണ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ആവറേജ് ഓർ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് ഹാർമോണിക് മീൻ. അവിടെ നമ്മൾ അരിത്തമെറ്റിക് മീൻ ഉപയോഗിക്കത്തില്ല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എ സൈക്ലിസ്റ്റ് പെഡൽസ് ഫ്രം ഹിസ് ഹൗസ് ടു മാർക്കറ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 15 km/h ആൻഡ് ബാക്ക് ഫ്രം മാർക്കറ്റ് ടു ഹോം അറ്റ് 10 km/h. ഫൈൻഡ് ഹിസ് ആവറേജ് സ്പീഡ്. അങ്ങനെ വരുമ്പം നാച്ചുറലി പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് എന്താണ്? 15 + 10/2 വിച്ച് ഈസ് ഈക്വൽ ടു 12.5 or 12.5. പക്ഷേ അത് ആക്ച്വൽ ആൻസർ അല്ല, അത് തെറ്റാണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഹാർമോണിക് മീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ ഹിയർ വി ഹാവ് 2 ഒബ്സർവേഷൻസ്. സോ വി ക്യാൻ ടേക്ക് x1 ഈസ് ഈക്വൽ ടു 15 ആൻഡ് x2 ഈസ് ഈക്വൽ ടു 10. So harmonic mean of x1 and x2, 1/8 harmonic mean is equal to 1/2 into 1/x1 plus 1/x2. Here n is equal to 2. രണ്ട് ഒബ്സർവേഷനേ ഉള്ളൂ. That is equal to 1/2 into 1/15 plus 1/10, which is equal to 1/2 into 30 LCM 2 plus 3. 30 upon 2 plus 3, 5. That is equal to 5/60 equal to 1/12. So 1/HM is equal to 1/12. Therefore harmonic mean is equal to 12. അപ്പോൾ 15ൻ്റെയും 10ൻ്റെയും ഹാർമോണിക് മീൻ 12 ആണ്. ഇത് നമ്മൾ ഫിസിക്സിലോട്ട് വരുമ്പോൾ, ഫിസിക്സിലെ പ്രോബ്ലം ആണ്, സ്പീഡായതുകൊണ്ട് നമുക്കത് ഫിസിക്സിലെ പ്രോബ്ലം ആണെന്ന് പറയാം. അവിടെ നമുക്കറിയാം ഇവിടെ ഹൗസിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകാനായിട്ടുള്ളത്. സപ്പോസ് HM മാർക്കറ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ആണ് രണ്ട് ജേണിയിലും. അങ്ങോട്ട് പോകുന്ന സ്പീഡ് 15 km/h, തിരിച്ചു വരുന്ന സ്പീഡാണ് 10 km/h. ഓക്കെ, ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും ടൈം വേരിയേഷൻ ആണ്. സോ അങ്ങോട്ട് പോകുന്ന ടൈമിനെ നമ്മൾ T1 എന്നും തിരിച്ചു വരുന്ന ടൈമിനെ നമ്മൾ T2 എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 15 എന്ന് പറയുന്ന സപ്പോസ് സ്പീഡ് S1 എന്നും ഇവിടെ സ്പീഡ് S2 എന്ന് എടുത്താൽ ഹിയർ വി ഹാവ് S1 into T1 ഈസ് ഈക്വൽ ടു S2 into T2 ആയിരിക്കും. S1 into T1 ഈസ് ഈക്വൽ ടു S2 into T2 ആയിരിക്കും. S1 എന്ന് പറയുന്നത് 15 ആണ്. സോ 15 into T1 is equal to 10 into T2. So T1/T2 is equal to, we have 10/15 is equal to 2/3 എന്ന് വരും. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമ്മുടെ ടോട്ടൽ ഒരു സൈഡ് ഡിസ്റ്റൻസ് D ആണെങ്കിൽ രണ്ട് സൈഡിലൂടെ ഡിസ്റ്റൻസ് 2D വരും. സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം. സോ 2D ബൈ ഹിയർ വി ഹാവ് T1 പ്ലസ് T2 ആണ്. 2D ബൈ T1 പ്ലസ് T2. 2D എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? S1 T1 പ്ലസ് S2 T2 ബൈ T1 പ്ലസ് T2 ആവും. അങ്ങോട്ട് S1 T1 എന്ന് പറയുന്നത് നമുക്കറിയാം S1 15 into T1 പ്ലസ് 10 into T2 ബൈ T1 പ്ലസ് T2. നമ്മൾ മൊത്തത്തിൽ T2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 into T1 by T2 പ്ലസ് 10 ഡിവൈഡഡ് ബൈ T1 by T2 പ്ലസ് 1. ഇവിടെ നമുക്ക് T1 by T2 വരെ നമുക്ക് റേഷ്യോ ആയിട്ട് 2/3 കൊടുക്കാം. സോ 15 into 2/3 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 2/3 പ്ലസ് 1. LC എടുക്കുമ്പോൾ നമുക്ക് 3 LC എടുക്കും. ഇവിടെ ന്യൂമറേറ്ററിൽ 30 പ്ലസ് 30 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ 2 പ്ലസ് 3 വരും. 3 ക്യാൻസൽ ആയി പോകും. LC എടുത്തിട്ട് 3 ക്യാൻസൽ ആക്കണം. അപ്പോഴാണ് നമുക്ക് 30 പ്ലസ് 30 ബൈ 2/3 വരുന്നത്. സോ ഹിയർ വി ഹാവ് 60/5 ഈസ് ഈക്വൽ ടു 12. അതാണ് ആവറേജ് സ്പീഡ് നമ്മൾ ആക്ച്വൽ കാൽക്കുലേറ്റ് ചെയ്താൽ, ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ. ഇവിടെ ഇതൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് സെയിം ആയി വരുന്ന കേസിൽ
ഇങ്ങനെ നമുക്ക് എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്താലും ഇതിന് കറസ്പോണ്ടിങ് നമുക്ക് ഹാർമോണിക് മീൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ജിയോമെട്രിക് മീനാണ്. ജിയോമെട്രിക് മീൻ. അപ്പോൾ ജിയോമെട്രിക് മീൻ ഓഫ് എ സെറ്റ് ഓഫ് n ഒബ്സർവേഷൻസ്, അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഏതെങ്കിലും ഒരു ഒബ്സർവേഷൻ 0 ആയി കഴിഞ്ഞാൽ ജിയോമെട്രിക് മീൻ 0 ആയിരിക്കും. നെഗറ്റീവ് ഒബ്സർവേഷൻ വന്നു കഴിഞ്ഞാലും ജിയോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ജിയോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒബ്സർവേഷൻസ് പോസിറ്റീവ് ഒബ്സർവേഷൻസ് ആയിരിക്കണം. അതാണ് ജിയോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് n ഒബ്സർവേഷൻ എടുക്കാം, x1 x2 etc xn. അങ്ങനെ ഒരു സെറ്റ് ഓഫ് n ഒബ്സർവേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത് nth റൂട്ട് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഒബ്സർവേഷൻ ആയിരിക്കും. ഇനി അതേപോലെ ഇതൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടെ നമുക്കറിയാം x1 വിത്ത് ഫ്രീക്വൻസി f1, x2 വിത്ത് ഫ്രീക്വൻസി f2 എക്സെട്ര xn വിത്ത് ഫ്രീക്വൻസി fn ആണെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് x1 റേസ് ടു f1 ആയിരിക്കും. അടുത്ത പ്രോഡക്റ്റ് x2 റേസ് ടു f2 ആയിരിക്കും. അതായത് ഓരോ ഒബ്സർവേഷനും അതിൻ്റെ റെപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, അത് മീൻസ് f1 ആണെങ്കിൽ x1ൻ്റെ റെപ്പറ്റീഷൻ f1 ആണെങ്കിൽ അതിൻ്റെ x1നെ f1 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x1 റേസ് ടു f1 കിട്ടും. അതുപോലെ ജനറലായിട്ട് പറഞ്ഞാൽ xi റേസ് ടു fi, അതാണ് ആ xi എന്നുള്ള ഒബ്സർവേഷൻ്റെ ടോട്ടൽ പ്രോഡക്റ്റ് ആയിട്ട് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അപ്പോൾ x1 റേസ് ടു f1 ഇൻറ്റു x2 റേസ് ടു f2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു xn റേസ് ടു fn ഓൾ റേസ് ടു ടോട്ടൽ ഫ്രീക്വൻസി ആയിട്ട് വരുന്നത് ഇവിടെ 1/n ആണ്. വേറെ n ഈസ് ഈക്വൽ ടു സിഗ്മ fi, അതാണ് അവിടെ ജിയോമെട്രിക് മീൻ ആയിട്ട് വരുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, discrete frequency distribution, the geometric mean is equal to x1 raised to f1 into x2 raised to f2 into etc xn raised to fn all raised to 1 by capital N, where n is the total frequency. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ഇതൊരു ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ, അതായത് ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമ്മൾ ഈ വാല്യൂസിനെ അതിൻ്റെ ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ് ആയിട്ട് എടുക്കണം. അത്രയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് ജിയോമെട്രി മീൻ സെയിം ഇക്വേഷൻ തന്നെ അവിടെ ഫോളോ ചെയ്യാൻ പറ്റും. സോ ഹിയർ ദ കണ്ടീഷൻ ഈസ് ഈച്ച് xi ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. xi ഈക്വൽ ടു 0 കഴിഞ്ഞാൽ ജിയോമെട്രിക് മീൻ 0 ആയിപ്പോൾ. അതുകൊണ്ട് അതിന് പിന്നെ അവിടെ പ്രത്യേകിച്ച് അതിന് റിലവൻസ് ഇല്ല. അതുകൊണ്ട് xi ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ജിയോമെട്രിക് മീൻ മീനിങ് ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു ഒബ്സർവേഷൻ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ nth റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നെഗറ്റീവ് വാല്യൂസിൻ്റെ nth റൂട്ട് ആകുമ്പോൾ കോംപ്ലക്സിലോട്ട് പോകും. റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് വരും. അതൊക്കെ അവിടെ വിഷയങ്ങളാണ്. അതുകൊണ്ട് അത് ആ ഡേറ്റയുടെ നേച്ചർ മാറ്റും. അതുകൊണ്ട് നമുക്ക് ജിയോമെട്രി മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒബ്സർവേഷൻസ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ജിയോമെട്രി മീൻ ഓഫ് 2, 4 and 8. സിമ്പിളാണ്. ഇതിൻ്റെ ജിയോമെട്രി മീൻ എന്ന് പറയുന്നത് അതിൻ്റെ മൂന്നിൻ്റെയുടെ പ്രോഡക്റ്റ് റേസ് ടു 1/3 ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഹിയർ വി ഹാവ് gm ഈസ് ഈക്വൽ ടു 2 into 4 into 8 raised to 1/3 is equal to 4. ഓക്കെ, അടുത്തത് അരിത്മെറ്റിക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അത് നമ്മൾ കമ്പൈൻഡ് അരിത്മെറ്റിക് മീൻ എന്ന് പറയും. കമ്പൈൻഡ് മീൻ എന്ന പേരിൽ അറിയപ്പെടും. സിമ്പിളായിട്ട് പറഞ്ഞാൽ x1 bar is the mean of n known observations and x2 bar is the mean of n2 observations. Then their combined mean x bar is equal to n1 x1 bar plus n2 x2 bar by n1 plus n2. അതാണ് കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത്. അരിത്മെറ്റിക് മീനും അതുപോലെ ഈ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആവറേജിന് പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മൾ മറ്റൊരു സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അരിത്മെറ്റിക് മീൻ ഓഫ് എ ബി ആൻഡ് സി ഈ 70
and arithmetic mean of D and E is 120. Then the arithmetic mean of A, B, C, D and E is, അതാണ് കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഓക്കെ, അവിടെ നമ്മൾ 3 ഒബ്സർവേഷൻ്റെ അരിത്തമെറ്റിക് മീൻ 70 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഒബ്സർവേഷൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 70 × 3 = 210 ആയിരിക്കും. അതേപോലെ 2 ഒബ്സർവേഷൻ അരിത്തമെറ്റിക് മീൻ 120 ആണെങ്കിൽ അതിൻ്റെ 2 ഒബ്സർവേഷൻ്റെ ടോട്ടൽ മീൻസ് സം ഓഫ് 2 ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇവിടെ സം ഓഫ് ഡി ആൻഡ് ഇ എന്ന് പറയുന്നത് 240 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് സം എടുക്കുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 450 വരും. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 5 ആണ്. സോ അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു 450/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഹിയർ ദ ആൻസർ ഈസ് 90. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഷാജി wrote down all the different 3-digit numbers that can be written using the digits 1, 2 and 3 exactly once. What is the median of the numbers Shaji wrote? Median of the numbers Shaji wrote. അവിടെ നമ്മൾ ഈ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പെർമിറ്റേഷൻ ഉണ്ട്. അതിൻ്റെ തിയറിയിലോട്ട് നമ്മൾ ഡീറ്റെയിൽ പോകുന്നില്ല. 3 ഡിജിറ്റ് നമ്പേഴ്സാണ്. റെപ്പറ്റീഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്കവിടെ എഴുതാവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ആയിരിക്കും? 1, 2, 3, 1, 3, 2, then 2, 1, 3, 2, 3, 1, 3, 1, 2, 3, 2, 1. ഇത്രയും നമ്പേഴ്സാണ് നമുക്ക് അവിടെ റെപ്പറ്റീഷൻ ഇല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നത്. 6 നമ്പേഴ്സ് നമുക്ക് അവിടെ റെപ്പറ്റീഷൻ ഇല്ലെങ്കിൽ എഴുതാം. അപ്പോൾ 6 വന്ന സ്ഥിതിക്ക് 6 നമ്പേഴ്സ് വന്ന സ്ഥിതിക്ക് there are 2 numbers as മിഡിൽ നമ്പേഴ്സ്. ആ മിഡിൽ നമ്പേഴ്സായിട്ട് വരുന്നത് ഈ 2 നമ്പേഴ്സാണ്. അപ്പോൾ ആ 2 നമ്പേഴ്സിൻ്റെ ആവറേജ് ആയിരിക്കും, അരിത്തമെറ്റിക് മീൻ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു 213 പ്ലസ് 231 ഡിവൈഡഡ് ബൈ 2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 222 മീൻസ് 222 ആയിരിക്കും അവിടെ മീഡിയൻ എന്ന് പറയുന്നത്. ഒരു കാര്യം നോട്ട് ചെയ്തുള്ള, ഇതേ ക്വസ്റ്റ്യൻ തന്നെ അരിത്തമെറ്റിക് മീനും ചോദിക്കാം. അങ്ങനെ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്താലും ആൻസർ ഇത് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത് സിമെട്രിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലും മീനും മീഡിയനും മോഡും സെയിം ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അതൊക്കെ എൻ്റെ പ്രോപ്പർട്ടിയാണ്. അതൊക്കെ ഇനി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Sum of the deviations of 25 observations from 20 is 5. Then their arithmetic mean of the observation is. ഇവിടെ നമ്മൾ ആ ഷോർട്ട് കട്ട് മെത്തേഡിൽ അപ്ലൈ ചെയ്ത ഫോർമുലയാണ്. ആൻസർ ഈസ് 20.2. മനസ്സിലാകുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആവറേജ് ഓഫ് ഓൾ കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് x to y ഇൻക്ലൂഡിങ് x and y ഈസ് 39. Then x and y are. അതാണ് നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് നമ്മൾ ആവറേജ് 39 ആണ്. അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത്, അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ സം ഓഫ് ആവറേജ് ഓഫ് എൻ കൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് മീൻസ് ആവറേജ് ഓഫ് 1, 2, 3 എക്സെട്ര n എന്ന് പറഞ്ഞാൽ n+1/2 ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ n+1/2 എന്ന് പറയുന്നതാണ് ഇവിടെ എത്ര? എക്സും വൈ x+y/2 എന്ന് പറയുന്നതാണ് നമുക്കവിടെ എന്തായിട്ട് വരിക? x+y/2 ഈസ് ഈക്വൽ ടു 39 ആകും. സോ x+y ഈസ് ഈക്വൽ ടു 78 ആയിരിക്കും. അപ്പോൾ 78 സം വരുന്നതല്ല ഇതിനകത്ത് കറക്റ്റ് ആൻസർ ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ ഏതൊക്കെയാണ്? 14 and 64, 14, 68 + 10, 78. ഇത് കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് 23 and 55. അവിടെ നമുക്ക് എത്ര വരിക? 23, 58 + 20, 78. 29 and 59. 29 and 59 ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ അല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇറ്റ് ഈസ് റോങ്. അടുത്ത് എ ആൻഡ് ബി അങ്ങനെ ഒരു ചോയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ആയിട്ട് ഇത് എഴുതാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അതാണ് ഈ ടൈപ്പ് പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന തിയറി എന്ന് പറഞ്ഞാൽ ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് മീൻസ് 1 to n, 1 + 2 + എക്സെട്ര + n/n എന്നെടുത്ത് കഴിഞ്ഞാൽ അത് n+1/2 ആയിരിക്കും. അപ്പോൾ n+1/2 അരിത്തമെറ്റിക് മീൻ ആവുന്നതുകൊണ്ട് നമ്മളിവിടെ ആ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ x+y കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് തന്നേക്കുന്നുണ്ട്. അപ്പോൾ x+y = 78 ആയിട്ട് കിട്ടും. അപ്പം
ഇൻക്ലൂഡിങ് എക്സ് ആൻഡ് വൈ. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ സം, ആദ്യത്തെ അവസാനത്തെ മാത്രമേ അവിടെ പങ്കെടുക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ n+n ആണ്, n/2 ആണ് അവിടെ അരിത്തമെറ്റിക് മീനായിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും മാത്രമേ നമ്മളവിടെ പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതാണ് നമ്മളിവിടെ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തോടെ നോക്കി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ ആസ് സെക്കൻഡ് ക്വാർട്ടൈൽ. സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് മീഡിയനാണ്. അത് ക്വാർട്ടൈൽ ഡീവിയേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ പറയുന്ന ഒരു കേസാണ്. ഇവിടെ നിന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയൊരു പ്രോബ്ലമാണ്. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ഇൻ ദി കേസ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ് ആയിരിക്കും. സിമ്മട്രി ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് സിമ്മട്രി ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും അവിടെ മീൻ ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ് ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ ഇപ്പം ഹാർമോണിക് മീൻ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലമാണ്. എ സൈക്ലിസ്റ്റ് പെഡൽസ് ഫ്രം ഹിസ് ഹൗസ് ടു മാർക്കറ്റ് at a speed of 15 km/h and back from the market to house at 10 km/h. Then his average speed is 12. Then harmonic mean of 1/2, 1/3, etc. 1/n is harmonic mean ആകുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സം എടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ ആകുമ്പോൾ 1, 2, 3, etc. n വരും. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 1, 2, 3, etc. അതിൻ്റെ ആവറേജ് n+1/2 ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ ആകുമ്പോൾ 2/n+1 ആയിരിക്കും. ഓക്കെ, now the geometry mean of 0, 5, 25 on 25, 0 വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, മോഡ് ഓഫ് ദി ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഈസ്, ഇതിൻ്റെ ആൻസർ 27 ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസർ 27 ആണ്. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് BA BSc ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനും അതേപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ HSA മാത്തമാറ്റിക്സ്, അതേപോലെ GRE GMAT തുടങ്ങിയ എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, സ്റ്റുഡൻസിന് പ്രയോജനം ചെയ്യുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതിനെല്ലാം തിയറിറ്റിക്കൽ സൈഡ് ഇനിയും വർക്കൗട്ട് ചെയ്യാനുണ്ട്. അതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.